തിരിച്ചു പോകാൻ നമുക്കിനി കയ്യിലുണ്ടാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. അതിനുള്ള കുറച്ച് ഷോപ്പിങ്ങിന് പോയാലോ? സാരി എടുത്ത അമ്മേനെയും കൊണ്ട് നമുക്ക് സാരി വാങ്ങിക്കാൻ പോവാം. അവിടെ എത്തി 2 മാസത്തിൽ തന്നെ നമുക്കൊരു കല്യാണം കൂടാനുണ്ട്. നെതർലാൻഡ്സിൽ എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയ 3ാമത്തെ കല്യാണം. എന്റെ കല്യാണം ഉറപ്പിച്ച സമയത്ത് അമ്മ നന്നായി ഡ്രൈവ് ചെയ്യുന്നുള്ളത് ഞാൻ എല്ലാവരോടും വീമ്പ് പറഞ്ഞിരുന്ന ഒരു കാര്യം കേട്ടോ. വീമ്പൊന്നുമല്ല, അമ്മ നല്ല എഫേർട്ട്ലെസ് ആയി ഡ്രൈവ് ചെയ്യും. സാരി വാങ്ങിക്കാൻ നമ്മളെത്തിയത് കോഴിക്കോടിനുള്ള കല്യാൺ സിൽക്സിലാണ്. ഇപ്പൊ പിന്നെ എല്ലാവരുടെയും കല്യാണത്തിലാണല്ലോ. എല്ലാ റേഞ്ചിലുള്ള സാരീസും നമുക്കിവിടെ കിട്ടും. വന്നിരിക്കുന്നതിന്റെ മുന്നേ തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഈ സാരി ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. നല്ലൊരു സോഫ്റ്റ് ഗ്രേപ്പ് വൈൻ ബോർഡറും പല്ലും ഒക്കെ ആയിരുന്നു ഈ സാരിയുടെ ഭംഗി. ഇതിലും നല്ലതിനി അകത്തിരിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ച് ഒരു 10-20 സാരി ഞാൻ കണ്ടു. ഇവിടെ നിൽക്കുന്ന ചേച്ചിയുടെ ക്ഷമ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഒരു പേസ്റ്റൽ സാരി നല്ലൊരു ബ്രൈറ്റ് ബോർഡറിൽ വരുന്നതായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ ഇവിടെ വന്ന് ഇതെല്ലാം കൂടെ കണ്ടപ്പോ ആകെ മൊത്തം കൺഫ്യൂഷനായി. ഓപ്ഷൻസ് കൂടിയ എന്താ വേണ്ടെന്ന് അറിയാത്തൊരവസ്ഥയുണ്ടല്ലോ. അങ്ങനെ ഇതുവരെ നമ്മൾ കണ്ട എല്ലാ സാരിയും ഒരു 3000 to 5000 റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. ഇതാണ് നമ്മൾ തുടക്കത്തിൽ മാറ്റിവെച്ച ഗ്രേപ്പ് വൈൻ ബോർഡർ വരുന്ന സാരി. നല്ല രസല്ലേ? ഈ സാരിയൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന റേറ്റിനെക്കാളും കുറവാണ് കേട്ടോ നമ്മൾ പ്രൈസ് ടാഗ് നോക്കുമ്പോൾ. അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതൊന്നും ട്രയൽ കഴിഞ്ഞപ്പോൾ എടുത്ത സാരി വേറൊന്നുമായി. ഇത് കല്യാണ ബ്രൈഡൽ സാരി കളക്ഷൻ ആണ്. ഇപ്പോഴാണ് എന്റെ കല്യാണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഈ ഫ്ലോറൽ സാരി എടുത്തേനെ. അല്ലെങ്കിൽ വേണ്ട, ഈ റെഡ് കൊള്ളാല്ലേ. കല്യാണം ഒരു 1 സ്റ്റോപ്പാണ്. കല്യാണം കൂടുന്നവർക്ക് തൊട്ട് കല്യാണ പെണ്ണിന് വരെ വേണ്ടത്ര സാരി ഇവിടെ ഉണ്ട്. ഈ കഴിഞ്ഞ 2 മണിക്കൂറിൽ നമ്മൾ 3000 തൊട്ട് 3 ലക്ഷം വരെയുള്ള സാരികൾ കണ്ടു. ആ 3 ലക്ഷത്തിന്റെ സാരി ഏതാന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? അതേതായാലും ഞാൻ വാങ്ങിയില്ല. തൽക്കാലം എന്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി പോകുന്നതിന്റെ മുന്നേ ബ്ലൗസ് ഒക്കെ ഒന്ന് റെഡിയാക്കണം.